മന്ത്രിസഭാ യോഗത്തിന്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം എന്നതാണ്. അന്തിമ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 1031 പേരിൽ അർഹതപ്പെട്ടവർക്ക് ധനസഹായം നൽകാനാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ധനസഹായം അനുവദിച്ചതാണ്. നേരത്തെ 2017 കാസർഗോഡ് മേഖലയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ഒരു പരിശോധന നടന്നിരുന്നു. ഈ പരിശോധനയിൽ പുതുതായി കൂടുതൽ ആളുകളെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയായിരുന്നു പരിശോധനയുടെ ലക്ഷ്യം. എന്നാൽ ആദ്യഘട്ട മെഡിക്കൽ പരിശോധനയുടെയും ഫീൽഡ് തല പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ പ്രാഥമിക ലിസ്റ്റിൽ ഉൾപ്പെട്ട ചില ആളുകൾക്ക് അന്തിമ ലിസ്റ്റിൽ ഇടം പിടിച്ചില്ല. അവർക്ക് സഹായം ലഭിച്ചിരുന്നില്ല. അങ്ങനെ അന്തിമ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 1031 പേർക്കാണ് സഹായം അനുവദിക്കാൻ ഇപ്പോൾ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പ്രാഥമിക ലിസ്റ്റിലും മറ്റും ഉൾപ്പെട്ട് എന്നാൽ അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ 1031 പേരെയാണ് ഇപ്പോൾ വീണ്ടും സഹായം നൽകാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവർക്ക് ധനസഹായം നൽകും. ഇതിനുള്ള അനുമതി ജില്ലാ കളക്ടർക്ക് നൽകാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ഇതനുസരിച്ചുള്ള തീരുമാനം വരുന്നതോടുകൂടി ഈ 1031 പേർക്ക് കൂടി സഹായം നൽകും. ഇതല്ലാതെ ഇപ്പോൾ തന്നെ കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ഒരു പട്ടികയുണ്ട്. അതനുസരിച്ച് അവർക്ക് ഇപ്പോൾ തന്നെ ധനസഹായം ലഭിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് നേരത്തെ അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെടുത്ത പോയ 1031 പേർക്ക് ഇപ്പോൾ പുതുതായി സഹായം അനുവദിക്കാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, ഇപ്പോൾ ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ധനസഹായം നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തിയിരിക്കുന്നു. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.